പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ നക്ഷത്രജാതകർ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കും മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം. ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച്. വരും ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് ഇവർക്ക്. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ചില വിഷമതകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം മാറി ഇനി ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുന്ന ഒരു സമയം തന്നെയാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന അകാരണമായ ഭയം വിട്ടൊഴിയും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി തുടങ്ങും. സുഹൃത്ത് ബന്ധങ്ങളിലെ അപചയം, വിശ്വാസവഞ്ചന എന്നിവയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം, കച്ചവടങ്ങൾ, കലാകായിക മേഖലകൾ, കൈത്തൊഴിലുകൾ എന്നിവയ്ക്കെല്ലാം അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. കൃഷി, കന്നുകാലി വളർത്തൽ, ഗൃഹനിർമ്മാണം, മാതാപിതാക്കളോടും മറ്റ് ബന്ധുമിത്രാദികളോടുമുള്ള ആശയവിനിമയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളും മാറിവരും. ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജനം, നരസിംഹ ഭജനം എന്നിവ നിത്യേന നടത്തുക. വിഷ്ണുവിങ്കൽ, കദളിപ്പഴം, കൽക്കണ്ടം എന്നിവ നിവേദിക്കുക. പുരുഷസൂക്തം, ഭാഗ്യസൂക്തം അർച്ചനകളും തുളസി സമർപ്പണവും ചെയ്യുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. വാക്കുകൾ ഹേതുകമായി ഉണ്ടാകുന്ന അനാവശ്യ കലഹങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ ഒരൽപ്പം അശ്രദ്ധയിലേക്കും മടിയിലേക്കും വീണുപോകാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിരന്തര ഉത്സാഹത്തോടെ പഠന മികവ് തെളിയിക്കാനുള്ള കഠിന ശ്രമം കൂടി നടത്തണം. ധനവിനിയോഗം, വാക്കുകളുടെ വിനിയോഗം, കാണേണ്ടത് മാത്രം കാണാൻ ശ്രമിക്കൽ, ക്ഷമ എന്നിവ ഈ കാലയളവിൽ വളരെ പ്രസക്തമാണ്. വ്യാപാര വ്യവസായ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കഷ്ടതകൾ കുറയുകയും ചെയ്യും. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷ അവസരങ്ങൾ ലഭിക്കും. പ്രതിസന്ധി കാലം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മാനസിക പരിവർത്തനം വരുത്തുകയും ബഹുമാനത്തോടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നൊരു ഭാഗ്യം കൂടി കന്നിക്കൂറുകാർക്ക് ലഭിക്കും. വിദേശയാത്രികർക്കും വിദേശത്ത് പഠനാർത്ഥം പോകുന്നവർക്കും വിദേശത്ത് സ്ഥിരതാമസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്രജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനം കൂടുതലുള്ള സമയമാണ്. മന്ത്രജപാദികൾ കൊണ്ട് സർവ കാര്യസിദ്ധി പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന മേഖലകൾ കണ്ടെത്തുവാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും സാധിക്കും. വ്യാപാര വ്യവസായ സാങ്കേതിക വിദ്യാ മേഖലകളിൽ പുത്തൻ ഉണർവ് അനുഭവപ്പെടും. വിദേശയാത്രയ്ക്കും സാധ്യതകൾ തെളിയും. പൈതൃക സമ്പത്തിൽ നിന്നും ധനലാഭം ഉണ്ടാകും. വളരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും അതിന് വേണ്ടതായ ചികിത്സകൾ കൂടി ലഭിക്കുന്ന കാലഘട്ടമാണ്. കല, സാഹിത്യം, കരകൗശല നിർമ്മാണം, സ്വയം തൊഴിലുകൾ എന്നിവിടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. മറ്റുള്ളവരുമായിട്ടുള്ള ധനപരമായ ഇടപാടുകൾ കലഹങ്ങളിൽ കലാശിക്കാതെ ശ്രദ്ധിക്കണം. തൽക്കാലം ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക.
തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വൃശ്ചികക്കൂറിൽ പിറന്ന വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കാനും ഇത് മാനസിക സന്തോഷത്തിനും വഴിയൊരുക്കും. ചില ദുശീലങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ കാണിക്കണം. വ്യാപാര വ്യവസായ മേഖലകളിൽ പുനരുജ്ജീവനത്തിന് നല്ല സമയമാണ്. അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വ്യാപാര മേഖലയിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നത് ഉചിതമാണ്. വൈദേശിക പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ വരികയും അത് വലിയ മനക്ലേശങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങളും ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദോഷപരിഹാരങ്ങൾക്ക് ഈ കൂറുക ശിവഭജനം മുടങ്ങാതെ നടത്തുക. കൂവളത്തില, എണ്ണ എന്നിവ ശിവങ്കൽ തിങ്കളാഴ്ചകളിൽ സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും. ഇനി ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ധനുക്കൂറുകാർക്ക് അത്ര അപകടകരമായിട്ടുള്ള സമയം ഒന്നുമല്ല. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷങ്ങൾ മാറിത്തുടങ്ങിയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. ധനവിനിയോഗവും വാക്കുകളുടെ ഉപയോഗവും കുറച്ച് ശ്രദ്ധിച്ചു വേണം. വിദ്യാർത്ഥികൾ മനസ്വസ്ഥത കൈവിടാതെ സദാസമയവും ജാഗരൂകരാകണം. കണ്ണിന് ബാധിക്കുന്ന രോഗങ്ങളും കാണേണ്ടത് കാണാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങളും മാനസിക വേദനകൾ സൃഷ്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സഹോദരരുമായി ഉണ്ടാകുന്ന പിണക്കങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കും. ഗൃഹനിർമ്മാണത്തിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും തക്ക സമയം തന്നെയാണ്. ഗർഭിണികൾ പ്രത്യേകം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഉപാസന, മന്ത്രജപങ്ങൾ എന്നിവയിൽ ശ്രദ്ധ വർദ്ധിക്കും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ മാറി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. ചില വഴിവിട്ട പ്രണയങ്ങൾ ജീവിതത്തെ തകർക്കുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക. ലാഭം വർദ്ധിപ്പിക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവഭഗവാനെ നിത്യേന ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ഉത്തമമാണ്. പരമാവധി നമശിവായ ജപിക്കുന്നതും ശിവങ്കൽ കൂവളത്തില സമർപ്പിക്കുന്നതും ധനുക്കൂറുകാർക്ക് ദോഷശാന്തി നൽകും. ഇനി മകരക്കൂറിൽ ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ നിന്നും ശനിയുടെ സ്ഥാനം മാറുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും. മാനസികമായിട്ട് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, തൊലിപ്പുറമേ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, പല്ല്, നഖം, മുടി എന്നിവയ്ക്കെല്ലാം വരുന്ന രോഗങ്ങൾ ചികിത്സ കൊണ്ട് മാറിത്തുടങ്ങും. സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മുൻപില്ലാത്ത തരത്തിൽ സഹായങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാകും. വാഹന അപകടങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് വരുന്ന ആപത്തുകൾ, വിഷമഘട്ടങ്ങൾ എന്നിവ അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വളർത്തുമൃഗങ്ങൾ, കൃഷി എന്നീ മേഖലകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യ കലഹങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കും ആത്മസംതൃപ്തി ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ശാസ്താവിനെ ഭജിക്കുക, പറ്റുമെങ്കിൽ ശാസ്ത ദർശനം നടത്തുക. ഇനി നമുക്ക് കുംഭക്കൂറിലെ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ കൂറുകാർക്ക് പൊതുവെ എല്ലാം അനുകൂലമായിട്ട് ഭവിക്കുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക തകർച്ചകളിൽ നിന്നും കരകയറാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, വാക്കുകൾ എന്നിവ കൊണ്ടെല്ലാം അറിയപ്പെടും. തകർച്ചകളിൽ രക്ഷകരായി ആളുകൾ വന്നു ചേരും. സഹോദര ബന്ധങ്ങളും മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. ചില രോഗങ്ങൾ, ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കുന്ന വേദനകൾ എന്നിവ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
സ്ത്രീകൾ കർമ്മങ്ങളിൽ പ്രവേശിക്കുന്നത് വിജയത്തിന് കാരണമാകും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിലുകൾ, കരകൗശല മേഖലകൾ ഇവയെല്ലാം ഉന്നതി പ്രാപിക്കുന്ന സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീ ഭജനം നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.